പ്രശംസ നമുക്കറിയാം. ഇന്ത്യയുടെ കയ്യിലുള്ള ഒരു ആയുധ ശേഖരം എന്ന് പറയുന്നത് ലോകത്തുള്ള ഏറ്റവും നൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലോകത്ത് ഏത് രാജ്യം ഒരു ആയുധം പ്രദർശനത്തിന് വയ്ക്കുന്നു അല്ലെങ്കിൽ പോർ വിമാനങ്ങൾ ഉൾപ്പെടെ വയ്ക്കുന്നു, അതെല്ലാം ഇന്ത്യയുടെ എല്ലാ സേനകളും വാങ്ങാറുണ്ട്. അല്ലെങ്കിൽ നാവികസേനയായാലും, വ്യോമസേനയായാലും, കരസേനയായാലും ഒക്കെ. അത്രയും വലിയൊരു ആയുധ ശേഖരം ഇന്ത്യക്കുണ്ട്. പക്ഷെ പാകിസ്ഥാന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ദൗർഭാഗ്യകരം എന്നൊക്കെ നമുക്ക് ഈ ഒരു അവസ്ഥയെ വിശേഷിപ്പിക്കാം. 3 മുങ്ങിക്കപ്പലുണ്ടെന്ന് കേൾക്കുന്നു. അതിൽ 2 എണ്ണം മെയിന്റനൻസ് വർക്കിലാണ്. ഒരെണ്ണമാണുള്ളത്. ഇതൊക്കെ ലോകരാജ്യങ്ങളിൽ മുഴുവൻ പരസ്യമായ രഹസ്യം കൂടിയാണ്. അപ്പം എങ്ങനെ ഇവര് ഇന്ത്യയോട് യുദ്ധം ചെയ്യാനാണ്? ഇവരെങ്ങനെ നമ്മളെ നേരിടാനാണ്? എനിക്കറിയത്തില്ല. ഞാൻ എന്തതിനൊക്കെ മറുപടി പറയുന്നത്. കാരണം വളരെ ദയനീയമാണ് പാകിസ്ഥാന്റെ അവസ്ഥ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ഇപ്പൊ തന്നെ എല്ലാ രീതിയിലും സൈന്യശക്തിയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഒരുപക്ഷെ 2, 3, 4 അല്ലെങ്കിൽ മൂന്നോ നാലാമതോ വരുമെങ്കിലും അതിന്റെ അപ്പുറമാണോ എന്നുള്ള കാര്യം ബാക്കി ഈ ഒന്നും രണ്ടും നിൽക്കുന്ന രാജ്യങ്ങൾ പോലും വിചാരിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. കാരണം നമ്മുടെ കയ്യിൽ ഇവർക്കറിയാവുന്ന ആയുധത്തിന് അപ്പുറം വളരെ രഹസ്യമായിട്ടുള്ള എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യത്തെ പറ്റി ലോകത്തിന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇന്ത്യ അതുകൊണ്ടാണ് ഈ ഭയക്കുന്നത്. മാത്രമല്ല ഇന്ത്യക്കകത്ത് മറ്റെല്ലാ രീതിയിലും ഇന്ത്യ ഭയങ്കര ശക്തിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും വന്നിട്ട് നമ്മൾ പറയുന്ന പോലെ നമ്മൾക്കെതിരെ പറയാത്തതൊക്കെ. അല്ലാതെ നമ്മുടെ നരേന്ദ്രമോദിയുടെ താടി കണ്ടോണ്ടോ ചിരി കണ്ടോണ്ടോ ഒന്നും അല്ല. അപ്പം ഇവിടെ യുദ്ധം ചെയ്യാൻ വരുന്ന അല്ല ഒരവസ്ഥയില് ഈ പാകിസ്ഥാന്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം നീതു പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഈ ഈ അവരുടെ ഈ നാവിക ഇതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു റിപ്പോർട്ട് വെളിവെന്ന് പറഞ്ഞാൽ 6 മുങ്ങിക്കപ്പലുണ്ടായിരുന്നു. 4 മെയിന്റനൻസിന് ഇട്ടേക്ക്, 2 ഉള്ളൂ. പിന്നെ മുങ്ങിക്കപ്പൽ കൊടുക്കാന്ന് ചൈന അല്ലെങ്കിൽ പറയുന്ന ചൈന കൊടുക്കാന്ന് പറയുന്നത്. കാരണം നേരത്തെ കൊടുത്തതിന്റെ അല്ലെങ്കിൽ ഒക്കെ കാശ് കൊടുക്കാണ്. ഇപ്പൊ പണമാണല്ലോ വിഷയം. ഇപ്പം ആയുധങ്ങളുടെ കാര്യത്തിനകത്ത് എല്ലാം ഇതൊക്കെയാണ്. പിന്നെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളോട് യുദ്ധം ചെയ്യണം, നമ്മുടെയൊക്കെ തകർക്കണം, അതിനുവേണ്ടി അറിയാമല്ലോ ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് പൈസ കൊടുത്ത് ഇറാനെ പോലുള്ള രാജ്യങ്ങൾ യുദ്ധം ചെയ്യിക്കുന്നത് പോലാണ് ഈ പാകിസ്ഥാൻ ഇപ്പൊ സാമ്പത്തിക സഹായം കൊടുക്കുന്നത്. അതായത് എല്ലാം ലക്ഷ്യം നമ്മളാണ്. കാരണം നമ്മുടെ ഈ ഗ്രോത്തിനകത്ത് ഒരു തടസ്സം നിൽക്കും. അപ്പൊ അതുപോട്ടെ, നമ്മുടെ ഇതിനകത്ത് ഈ ഒരു യുദ്ധത്തിന്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെന്റ്സിന്റെ കാര്യം, മിസൈലുകളുടെയും അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളുടെ ഒക്കെ കാര്യം പറയുന്നത് ലോകം ഭയക്കുന്ന ഒരു ആയുധമാണ് ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്. നമ്മൾ വികസിപ്പിച്ച സൂപ്പർസോണിക് മിസൈൽ. അപ്പൊ ലോകത്ത് പോലും അല്ലെങ്കിൽ ലോകം മൊത്തം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മിസൈലാണ് ഈ മിസൈലിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയും. ഇത് നമ്മുടെ ആ പരീക്ഷണ സമയത്ത് ആദ്യമേ പരീക്ഷിച്ചത് പാകിസ്ഥാൻ ലോകത്താ. അതിനെപ്പറ്റി വേണമെങ്കിൽ പുറകോട്ട് നോക്കിയാൽ ഇതൊരു മനസ്സിലായി. 2022 ഒരു മിസൈൽ വീണെന്ന് പറഞ്ഞ് നാട്ടുകാർ എന്നിട്ട് നാട്ടുകാരല്ലേ ഈ അവിടുത്തെ സാധാരണക്കാരൻ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോഴാ പാകിസ്ഥാൻ പോലും പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? സൂപ്പർസോണിക് മിസൈല് ആ പാകിസ്ഥാനിൽ ചെന്നാൽ അത് തിരിച്ചറിയാൻ പോലുമുള്ള റഡാർ സംവിധാനമോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും അല്ലെങ്കിൽ ഈ എയർഫോഴ്സ് സംവിധാനങ്ങളോ ഒന്നും അവിടെ ഇല്ല. അപ്പൊ അന്ന് പറഞ്ഞു, അയ്യോ അത് നമ്മള് തൊടുത്തപ്പോ തിരിഞ്ഞു പോയതാ. നമ്മൾ ഈ പടക്കമൊക്കെ പിള്ളേർ ഈ കത്തിച്ചിട്ട് അറിയത്തില്ല, അങ്ങോട്ട് എറിയും, ചിലപ്പോ കൈ തെറ്റി ഇങ്ങോട്ട് വീഴും. നമ്മളതേ പറയും, അയ്യോ അത് നമ്മൾ ഉദ്ദേശിച്ചിടത്തോട്ടല്ല ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങളത് അങ്ങോട്ട് വിട്ടതല്ല, അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോയതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ അന്ന് തടി തപ്പി. പക്ഷെ അതിനുശേഷം ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് മനഃപൂർവ്വം ഇന്ത്യ വിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിസൈല് പാകിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാന് തിരിച്ചറിയാൻ സാധിക്കുമോ, അതിനുള്ള സംവിധാനങ്ങൾ പാകിസ്ഥാൻ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അതിനുശേഷം 2 കൊല്ലം കഴിഞ്ഞപ്പോ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് മാധ്യമങ്ങളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, മാധ്യമങ്ങൾ വളരെ കൃത്യത വരുത്തി പറഞ്ഞ് ഇന്ത്യ അതിനകത്തൊന്നും മിണ്ടാനും പോയില്ല. അതായത് ആ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്ന മിസൈൽ പാകിസ്ഥാനിൽ ചെന്നാൽ അല്ലെങ്കിൽ ഇത്രയും പ്രഹരശേഷിയുള്ള മിസൈൽ പാകിസ്ഥാനിൽ ചെന്നാൽ പാകിസ്ഥാനിന് അറിയാൻ പോലുമുള്ള സംവിധാനം ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ ഈ ബ്രഹ്മോസ് മിസൈല് പ്രയോഗിക്കുമോ പ്രയോഗിക്കത്തില്ലയോ എന്നുള്ള കാര്യമൊക്കെ ഇന്ത്യ തീരുമാനിക്കേണ്ട കാര്യം. അതിന് 50% സാധ്യതയുള്ളൂ. ബാക്കിയുള്ള ഇവനെയൊക്കെ അടിക്കാൻ ഇത്രയും വില കൂടിയത് അല്ലെങ്കിൽ വലിയ സാധനം വേണോ കാര്യം ഇന്ത്യ തീരുമാനിക്കുന്നത്. ചെറിയ നമ്മുടെ കയ്യിരിക്കുന്ന കുഞ്ഞു മിസൈലൊക്കെ മതി ഈ ഐറ്റത്തെ അടിക്കാൻ. അത് ഈ ഭീകരവാദികളുടെ ക്യാമ്പുകളിൽ അടിക്കാൻ ഏത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ രണ്ടാമത് ഒരു സാധ്യത കൂടിയുണ്ട്. ഈ ബ്രഹ്മോസ് മിസൈൽ ഇപ്പൊ വലിയ ആവശ്യക്കാരാണ്. ഈ ചൈനയ്ക്ക് വട്ടമുള്ള ചെറിയ രാജ്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലോകത്തുടനീളമുള്ള രാജ്യത്ത് ഈ ബ്രഹ്മോസ് മിസൈൽ കൊള്ളാം, അവരുടെ രാജ്യസുരക്ഷയ്ക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് മേടിച്ചു വെക്കുന്നതിന് വേണ്ടി പലരും ബന്ധപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പലരും കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഇന്ത്യ അതിന് പ്രോത്സാഹനം വളരെ കൂടുതലായിട്ട് കൊടുക്കണം. ഇന്ത്യയുടെ ഇപ്പൊ ഒരു പനി എന്ന് പറഞ്ഞാല് പണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ആയുധം ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ തന്നെയാണെങ്കിലും ഇപ്പൊ നമ്മൾ ആയുധം കയറ്റുമതി ചെയ്യുന്നുണ്ട്. 100ഓളം രാജ്യങ്ങൾ ആയുധം കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
ഇപ്പം ഏതാണ്ട് ഒരു 2029 ആകുമ്പോഴത്തേക്ക് ഇന്നാളത്തെ ഒരു കണക്ക് ഡേറ്റ് ശരിയാണെന്ന് അറിയത്തില്ല. ഇന്ത്യയിൽ വേണ്ട ആയുധങ്ങളുടെ ഏതാണ്ട് 95% ആയുധങ്ങളും ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിവ്. അപ്പം അതേ രീതിയിലേക്കുള്ള വളർച്ചയാണ്. അപ്പം ഇത് ഒരു നമ്മൾ ഈ പറയത്തില്ലേ ഈ പരസ്യം കാണിക്കുന്നത് ട്രെയിലർ അല്ലെങ്കിൽ സിനിമയൊക്കെ റിലീസ് ആവുന്നതിന് മുമ്പ് അതിന്റെ ട്രെയിലർ കാണിക്കുക, അതിനകത്ത് ആകർഷണം വന്നാണല്ലോ സിനിമയ്ക്ക് ഇത് പോകുന്നത്. അതുപോലെ ഓരോ പ്രോഡക്റ്റിന് മുമ്പ് അതിന്റെ പരസ്യം കാണിക്കും എന്ന് പറയുന്നത് പോലെ ഇതൊരു പരസ്യമായിട്ട് ഈ യുദ്ധത്തിന് ബ്രഹ്മോസ് മിസൈല് ചൈനയിലേക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ മിസൈലിന്റെ പ്രഹരശേഷി കണ്ടോ, ഈ മിസൈൽ ഒരെണ്ണം മതി പാകിസ്ഥാൻ തവിട് പൊടി എന്നൊക്കെ കാണിക്കാൻ ഇത് ഉപയോഗിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഏതായാലും ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്ത്, അതുപോലെ തന്നെ ഇന്ത്യയുടെ സഖ്യരാജ്യങ്ങളുടെ കരുത്ത്, ഈ ഇതിനകത്തെല്ലാം കൂട്ടി വായിക്കുമ്പോൾ യാതൊരു കാരണവശാലും പാകിസ്ഥാന് ഈ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. മുമ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയോട് യുദ്ധം ചെയ്ത് പാകിസ്ഥാൻ ജയിച്ചിട്ടില്ല. എപ്പോഴാണെങ്കിലും ജയിക്കാൻ വേണ്ടിയല്ല ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്തത് അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ നടത്തുന്നത്, ആണ് ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ, അതായത് ഇന്ത്യയുടെ പുരോഗതി അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്തിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതിനു വേണ്ടിയുള്ള സഹായം ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്നത് ചൈനയാണ്. ചൈന ഇപ്പം കഴിഞ്ഞ ദിവസത്തിന്റെ പ്രസ്താവന കൂടി പരസ്യമായിട്ട് വീണ്ടും ഞങ്ങൾ പാകിസ്ഥാന്റെ കൂടെ കാണും. അതായത് പ്രഹരം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഇതുവരെ മറഞ്ഞു നിന്നിരുന്നു പാകിസ്ഥാൻ, അതുകൊണ്ട് ഇത്രയും ബലത്തിൽ വാടാ അല്ലെങ്കിൽ ചൊറങ്ങ് മാന്തിക്കൊണ്ടിരുന്നു. ഇപ്പം പ്രഹരശേഷി കൂടുമെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ ഉണ്ട് എന്ന് കാണിച്ചാൽ പ്രഹരശേഷി കുറയുമെങ്കിൽ കുറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം പാകിസ്ഥാൻ ചൈനയോട് പറഞ്ഞു കാണും. അതുകൊണ്ടാണ് ഇപ്പം പ്രസ്താവന ഇറക്കിയതെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പം മുമ്പ് ഉള്ള സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2014 ഇപ്പുറം ഈ ഇന്ത്യയുടെ വളർച്ച, അപ്പം വേറെ കടന്നുകയറ്റക്കാർക്കോ അല്ലെങ്കിൽ ഈ ഭീകരവാദം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏതാണ്ട് 10-11 കൊല്ലം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ എങ്ങും ഇത് റിപ്പോർട്ട് ചെയ്യാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പം ഇപ്പം അവസ്ഥയുണ്ട്. ഭീകരവാദത്തിനകത്ത് ഇന്ത്യയിൽ സ്ഥാനമില്ല എന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇന്ത്യയുടെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ ആ ഡെവലപ്മെന്റ്സിന് അത് സാധ്യമായി വരുന്ന ഒരു അവസ്ഥ ഉള്ളപ്പോഴാണ് ഇപ്പം ഇത്തരത്തിലൊരു ഭീകര ആക്രമണം നടന്നത്. അതിനകത്ത് ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞതാണ് നേരത്തെ ഒരു ടോക്കിനകത്ത്, അവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ ഗവൺമെന്റ് സഹായിച്ചില്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിനകത്ത് വ്യക്തത ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അതിനുശേഷം അവിടെ ഭീകരവാദ പ്രവർത്തനത്തിന് നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ സുഗമമായിട്ട് നടക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ കേന്ദ്രത്തിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇടപെടലുള്ളതിനെക്കാട്ടിൽ കൂടുതൽ ഭീകരവാദികൾ ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ കടന്നു കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നേരത്തെ കടന്നു കയറിയവർ അവർ ആക്ട് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഏതായാലും പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യയോട് മത്സരിക്കാൻ യാതൊരു കാരണവശാലും പറ്റത്തില്ല. ഈ ഒറ്റ ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒറ്റ മിസൈൽ കൊണ്ട് തന്നെ പാകിസ്ഥാൻ തവിട് പൊടിയായി പോകും എന്നാണ് നമുക്ക് വിലയിരുത്തുവാൻ. എന്തായാലും ബ്രഹ്മോസ് പോലെയുള്ള എന്താ പറയാ യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ എല്ലാത്തിനും സജ്ജമായിരിക്കുമ്പോൾ മെയിൻ്റെനൻസ് വർക്കിന് കയറ്റിയ മുങ്ങിക്കപ്പലുകൾ പോലും തിരിച്ചിറക്കാൻ സാധിക്കാത്ത ചൈന മുങ്ങിക്കപ്പൽ നൽകാമെന്ന് പറഞ്ഞിട്ട് അതിന് പണം നൽകാനില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലുള്ള പാകിസ്ഥാനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.